കോഴിക്കോട് ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നു. അപേക്ഷ നിരസിക്കുന്നു. സത്യത്തിൽ ഒരു കൊച്ച് വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ലേ? എന്താണ് നിയമവശം നോക്കാം. ആദ്യം ഒരു കേസിലെ ഫാക്ട്സ് പറയാം. 2022 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ പഞ്ചായത്തിൽ ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നു. അവർ കുട്ടിയുടെ ജനനം അധികൃതരെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കൊച്ചിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അധികൃതർ നൽകുന്നില്ല. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനായി അധികൃതർ പറഞ്ഞ കാര്യം വിവാഹം നടന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് കുട്ടിയുടെ ജനനത്തിൽ സംശയമുണ്ടെന്നാണ്. മാത്രമല്ല അവരിത് ഹെൽത്തിനെയും പോലീസുകാരെ അറിയിക്കുന്നു. പോലീസുകാരാവട്ടെ കുഞ്ഞിൻ്റെ DNA സർട്ടിഫിക്കറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് ചലഞ്ച് ചെയ്ത് ഒരു ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി കേസ് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ കത്തീഡ്രലിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. മാത്രമല്ല കുട്ടിയുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇത്തരം രേഖകൾ നിലനിൽക്കെയാണ് അധികൃതർ ഇത് നിഷേധിക്കുന്നത്. കോടതി പറഞ്ഞത് ഒരു കുട്ടിയുടെ ജനനം റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം വീട്ടുകാർക്കുള്ളതുപോലെ തന്നെ ആ കുട്ടിയുടെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അധികൃതർക്കുണ്ടെന്നാണ്. മാത്രമല്ല ഇങ്ങനെ മതിയായ കാരണമില്ലാതെ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് കുറ്റകരമാണെന്നും കോടതി ഓർമ്മിച്ചു. അതുകൊണ്ട് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട അപേക്ഷ എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ കോടതി ഉത്തരവിട്ടു. ഒരു കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട്. ഈ ആക്ട് അനുസരിച്ച് ചില ആളുകൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു വീട്ടിലാണ് കുട്ടി ജനിക്കുന്നത് നിൽക്കുക, ആ വീട്ടിലെ ഏറ്റവും മുതിർന്നയാൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ആശുപത്രിയിലാണെങ്കിൽ ജയിലിലാണെങ്കിൽ ഒക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ആക്ടിൽ ആദ്യം പറയുന്ന കാര്യം ഒരു കുട്ടി വീട്ടിൽ ജനിച്ചാൽ ഉള്ള ഉത്തരവാദിത്തമാണ്. ഇനി കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് റൂൾസ് നോക്കിയാലും ഒരു കുട്ടി ഒരു വാഹനത്തിൽ ജനിച്ചാൽ ഉത്തരവാദിത്തം പറയുന്നുണ്ട്. ഈ വാഹനം എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് മുതൽ ഓട്ടോറിക്ഷ വരെ ഉൾപ്പെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വാഹനത്തിന്റെ ചുമതലയുള്ള ആളാരാണോ അവരാണ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളത്. അതായത് ഒരു കുട്ടി എവിടെ ജനിച്ചാലും ആ കുട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഓൺലൈനായി ബർത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു കോളം ഉണ്ട്, ജനനസ്ഥലം എന്നാണ് ആ കോളം. ആ കോളത്തിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ വീടാണ്, മറ്റുള്ളവ എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതായത് വീട് എന്നത് നിയമത്തിൻ്റെ എല്ലാ വഴികളിലും ജനനം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായി കൊടുത്തിരിക്കുമ്പോൾ വീട്ടിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു കുട്ടിയുടെ ബർത്ത് രജിസ്ട്രേഷൻ നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ഏതൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായാലും മരുന്ന് കഴിക്കരുതെന്നും ആശുപത്രി പോരുതെന്നും പറയുന്നവർക്കുള്ള പ്രോത്സാഹനമായി പറയുന്നതല്ല. ഒരു കുഞ്ഞ് എവിടെ ജനിച്ചാലും ആ കുഞ്ഞിനുള്ള ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെടരുതെന്നുള്ള അടിസ്ഥാന ഉദ്ദേശം കൊണ്ടാണ് നിയമം ഇങ്ങനെ നിലനിൽക്കുന്നത്.